നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ മത്സരാർത്ഥികളായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും. ബി ഹൗസിൽ വന്ന ശേഷമാണ് ഇരുവരും പരിചയപ്പെടുന്നത്. ഇത് പിന്നീട് സൗഹൃദമായി മാറി. പുറത്തിറങ്ങിയതിനു ശേഷമുള്ള എന്തിനും ഏതിനും ഇരുവരും ഒരുമിച്ചായിരുന്നു. ഇരുവരുടെയും സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു. മാത്രവുമല്ല, ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന തരത്തിലുള്ള സംശയവും പ്രേക്ഷകർക്കുണ്ടായിരുന്നു. എന്നാൽ വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും എന്നാണ് ഇരുവരും പ്രതികരിച്ചത്. പിന്നീടുള്ള 1.5 വർഷത്തോളമായി ഇരുവരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തിയിരുന്നു. ജാസ്മിനൊപ്പം ഇന്ത്യക്ക് അകത്തും വിദേശത്തും യാത്രകൾ ചെയ്തു. ഒരുമിച്ച് പ്രമോഷൻ വീഡിയോകളും വർക്കുകളും ചെയ്തു. അടുത്തിടെ ഗബ്രിയുടെ സഹോദരി വിവാഹിതയായപ്പോൾ ജാസ്മിനും നിറസാന്നിധ്യമായി വിവാഹ ചടങ്ങിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഡിസംബറിന് ശേഷം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളോ വീഡിയോകളോ പ്രതീക്ഷപ്പെടുന്നില്ല. ഇതിനു പുറമെ ഗബ്രിയെ ഇൻസ്റ്റാഗ്രാമിൽ ജാസ്മിൻ അൺഫോളോ ചെയ്തു. മാത്രവുമല്ല, ജാസ്മിനുമായി കൊളാബറേറ്റ് ചെയ്തിട്ടിരുന്നടക്കമുള്ള നിരവധി പോസ്റ്റുകൾ ഗബ്രി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നീക്കം ചെയ്തു. ഇപ്പോൾ വെറും 17 പോസ്റ്റുകൾ മാത്രമാണ് ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഉള്ളത്. അവയെല്ലാം ഗബ്രിയുടെ പുതിയ വർക്കുകളുമായും ആദ്യം ചെയ്ത സിനിമ പ്രണയമീനുകളുടെ കടലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതോടെ ഇരുവരുടെയും സൗഹൃദത്തിന് എന്ത് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സോഷ്യൽ മീഡിയ നിറയെ. ഇത്രയും നാളും സംഭവിക്കാത്തത് എന്ത് പ്രശ്നമാണ് ഇപ്പോൾ സംഭവിച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ജാസ്മിനെ ഗബ്രി ഇപ്പോൾ ചതിച്ചിരിക്കുകയാണ്. എൻ്റെ മരണം വരെയും ഗബ്രി എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ജാസ്മിൻ. തൻ്റെ ആദ്യത്തെ റിലേഷനായ അഫ്സലുമായി കല്യാണം ഉറപ്പിച്ച ശേഷം മുഹൂർത്തമായപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചാണ് ഗബ്രിയുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. ഇപ്പോഴിതാ ജാസ്മിന് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. ഗബ്രിയുടെ തനി സ്വരൂപമാണ് ജാസ്മിൻ അറിഞ്ഞത്. ഗബ്രി എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സംസ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അവന് പണമുണ്ട്, ധാരാളം സമ്പത്തുമുണ്ട്. അതുപയോഗിച്ച് അവൻ പാർട്ടികളിലും പല സ്ത്രീ ബന്ധത്തിലും ഏർപ്പെടുന്നു. തനിക്കത് കണ്ടു നിന്ന് താങ്ങാൻ വയ്യ എന്നും ജാസ്മിൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഗബ്രിയുമായി പിരിഞ്ഞതും. ഇതിനു മുമ്പ് ജാസ്മിനോട് ആളുകൾ പല രീതിയിൽ തന്നെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഗബ്രിയുമായുള്ള നിന്റെ അടുപ്പം ഒട്ടും ശരിയല്ലെന്നും അത് വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നും. എന്തിന്, സ്വന്തം ഉമ്മയും വാപ്പയും വരെ പറഞ്ഞിട്ടും അവരെ ധിക്കരിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഗബ്രിയുടെ കൂടെ ഇറങ്ങിപ്പോയത്. അതിൻ്റെ പരിണിത ഫലമാണ് ജാസ്മിൻ ഇപ്പോൾ അനുഭവിക്കുന്നതും. തനിക്ക് ആത്മഹത്യയിലേക്ക് കടക്കാനുള്ള പ്രവണത കൂടുന്നുവെന്നും ജാസ്മിൻ പറയുകയുണ്ടായി. ഗബ്രി ചതിച്ച് ജാസ്മിനെ ഒഴിവാക്കിയ ശേഷം ജാസ്മിൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച വാക്കിങ്ങനെ: സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കണമെന്നൊരു തീരുമാനം താൻ ജീവിതത്തിൽ എടുത്തുവെന്നാണ് ജാസ്മിൻ പറയുന്നത്. സൗഹൃദത്തിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുള്ള ആളാണ് ഞാൻ. എന്നോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഞാനത് ക്ഷമിക്കും. പിന്നെയും അവരെന്നോടത് തന്നെ ചെയ്യും. ഞാൻ വീണ്ടും അത് മറന്നിട്ട് പ്രവർത്തിക്കും. ഇതോടെ എൻ്റെ അടുത്ത് എന്ത് ചെയ്താലും ഞാനത് കാര്യമാക്കില്ലെന്ന് അവർ കരുതും. ഇപ്പോൾ അതിനൊരു മാറ്റം താൻ വരുത്തിയിട്ടുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത്. ഇതോടെ തന്നെ മനസ്സിലാക്കാം ജാസ്മിനെ ഗബ്രി തേച്ചിട്ട് പോയെന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.